الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ذو العلم يحمل كل الطعن فيه ولا ذو الطعن منه يرى شيئا في سوى الخير ومثمر الشجر يرمى بالحجارة لا يرمى سواه فيرميان الثمر. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ ആശയ ആദർശ രംഗത്ത് സുശക്തമായി ക്രിയാത്മകമായ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. നമ്മുടെ ആദർശ സംബന്ധമായ വിഷയങ്ങൾ വിവരിക്കാൻ വരുന്ന 4-ാം തീയതി കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നേരത്തെ വന്യരായ ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചു, മഗ്രിബിന് ശേഷം ഉസ്താദിന്റെ പ്രസംഗം നടക്കും. അസറിന്റെ ശേഷം തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും. ആ മഹത്തായ പരിപാടിയിൽ നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഞാൻ അല്പം ലജ്ജയോടുകൂടി ഒരു സീഡിക്ക് മറുപടി പറയുകയാണ്. ഞാൻ അല്പം ലജ്ജയോടുകൂടി എന്ന് പറയാൻ കാരണം ഒരു മറുപടിക്ക് അർഹതയുള്ള വ്യക്തിയല്ല അപ്പുറത്തുള്ളത് എന്നതുകൊണ്ടാണ്. പക്ഷേ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, അവർ മറുപടി പറഞ്ഞിരുന്ന എതിരാളികളൊന്നും ആ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം ആരുമായിരുന്നില്ല. പക്ഷേ ഹഖായി വെളിപ്പെടുത്തൽ ആവശ്യമായതുകൊണ്ട് അമ്പിയാക്കൾ ഹഖായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ നിർദ്ദേശം ഖൂലാലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഏത് വ്യക്തിയായിരുന്നാലും എത്ര രൂക്ഷമായ വിമർശനം നടത്തിയവരാണെങ്കിലും നിങ്ങൾ ലളിതമായ ശൈലിയും അതുപോലെ വിനയത്തിന്റെ സ്വഭാവവും അതുപോലെ ലോലമായ സംസാരവും ആയിരിക്കണം എന്ന് ഖുർആൻ നിർദ്ദേശിച്ചതുകൊണ്ട്
ഞാൻ അതേ നിലക്ക് തന്നെ സത്യം സത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന നിലക്ക് ആ സീഡിക്ക് മറുപടി പറയുകയാണ്. ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നത് ഇവിടെ എന്ത് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് എന്ത് പറഞ്ഞു എന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അല്ല, മറിച്ച് കേരളത്തിൽ പല സ്ഥലത്തും ഇപ്പോൾ ഒരു CD ഇങ്ങനെ വിതരണം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ആ CDക്ക് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരൊറ്റ അക്ഷരം ഒഴിയാതെ മറുപടി പറയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചിലർക്ക് തോന്നും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു നല്ല വാദം പറഞ്ഞിപ്പോ പോകും. അതിന് എന്റെ ധാരാളം CD-കളുണ്ട് വാദുകൾക്ക്. ഇത് മറുപടി പ്രസംഗമാണ്. സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ പറയട്ടെ, ഒരാൾ ചോദിക്കുന്നു, അദ്ദേഹം മുമ്പ് എന്നെ വെല്ലുവിളിച്ച് മുങ്ങിയ ആളാണ്. അതിന് ഞാൻ നീണ്ടുകൊള്ളിക്കും. അയാൾ ആദ്യം തന്നെ പറയുന്നു, ആരും ഇതിന് മറുപടി പറയില്ല. അതൊന്ന് ആദ്യം തന്നെ കേൾപ്പിച്ചെടുത്ത മോനെ, കൂടുതൽ ആമുഖമൊന്നുമില്ല. സൗണ്ട് ഇത്ര വലിയ വിശദീകരണ സമ്മേളനം തെളിവുകൾ സഹിതം, ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇത്ര വലിയ വിശദീകരണ സമ്മേളനം തെളിവുകൾ സഹിതം നിങ്ങൾക്ക് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ വെക്കുകയാണ്. ഇനി നമ്മൾ നാടുകൾ തോറും ഗ്രാമാന്തരങ്ങൾ തോറും വിശദീകരണങ്ങളുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. കാന്തപുരത്തിന്റെ ആണത്തമുള്ള ഏതെങ്കിലും ഒരാൾ ഇതിന് മറുപടി പറയാൻ എവിടെയെങ്കിലും തയ്യാറാകുമോ? ഒരാളും തയ്യാറാകില്ല. ഞങ്ങൾക്കറിയാം, കാന്തപുരത്തിന്റെ കൂടാരത്തിലെ ഒരാളും ഇന്ന് മുടിക്ക് അനുമതി നൽകുന്നവർ ഇല്ല. സുഹൃത്തുക്കളെ, ഇതിന് മറുപടി പറയേണ്ടതില്ല. അതിപ്പോൾ ഓരോന്നോരോന്നായി നിങ്ങൾക്ക് കേൾക്കാം. അതിനായി പ്രത്യേകം മറുപടി പറയേണ്ടതില്ല. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, ഇവിടെ ഞങ്ങൾ ഷാർ മുബാറക്ക് വിഷയം വന്നപ്പോൾ ആദ്യമായി അതിനെ മുബ്തദിഅകൾ എതിർത്തു. ആ മുബ്തദിഅത്തിന് പുത്തൻവാദികൾക്ക് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് വ്യക്തമായ മറുപടി നൽകി. അവരെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കേട്ട വ്യക്തിയുടെ കക്ഷികൾ രംഗത്ത് വന്നു. ഓരോന്നും അക്കമിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു. പിന്നീട് യുക്തിവാദികളും നിരീശ്വരവാദികളും പലരും രംഗത്ത് വന്നു. അവർക്കും യുക്തി കൊണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു. ഞങ്ങൾ മറുപടി പറയാത്ത ഒരു സംഘടനയും ഒരു പ്രസ്ഥാനവും ഇന്ത്യ രാജ്യത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് പണി ഇങ്ങനെ എല്ലാ സ്ഥലത്തും ബഹളം വെക്കലല്ല. ഞങ്ങൾക്കിവിടെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടാക്കണം, സമൂഹത്തിനു മുമ്പിൽ നിർമ്മാണാത്മകമായ പ്രവർത്തനം നടത്തണം. അതുകൊണ്ട് സർവ നാടുകളിലും സകല കളവും സാക്ഷാൽ കളവുകൾ പറഞ്ഞ് സകല സ്ഥലത്തും ഫിത്ന ഉണ്ടാക്കുന്ന കക്ഷികൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നതിങ്ങനെ പറഞ്ഞു നടക്കുന്ന പതിവ് അത് ഗുണകരം അല്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്നത്തെ ഈ പ്രസംഗം കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തകർക്ക് എവിടെയാണോ CD എത്തുന്നത് അവിടെയെല്ലാം ഈ CD കൊണ്ടുപോയി കേൾപ്പിച്ച് മതിയാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വേറെയും പണിയുണ്ട്, ഇവർക്ക് വേറെ പണി ഇല്ല. സാക്ഷാൽ കളവ്, അതാണ് SK. കളവ് മാത്രം ഒരു പ്രസ്ഥാനത്തിന്റെ ആശയം, ഒരു സത്യവും ഇല്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഓരോന്നോരോന്നായി ഞാൻ പറയും. ഇനി വേറെ ഒരാള് എന്നെ പ്രത്യേകം എടുത്ത് വെല്ലുവിളിക്കുന്നതും കൂടി ഞാൻ കേൾപ്പിക്കാം.
ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മളെ ആടിനെ കുറ്റിമ്മൽ ഒരാളുണ്ടല്ലോ, എന്താണ് പേരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതം കിട്ടിയതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഈ മുടി കൈമാറുന്നതെന്ന് ശൈഖ് അവർ പറഞ്ഞപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. എവിടെ ഉണ്ട് ഇപ്പോ? ഞാനിപ്പോ പൂനൂരിലുണ്ട്. പൂനൂരിൽ പലരും നോക്കി നടക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം എവിടെയുണ്ട്? സുഹൃത്തുക്കളെ, ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, രണ്ടാമതായി വേറൊരു മൗലവി, അയാൾക്ക് കൈവെട്ട് മൗലവി എന്നാണ് പേര്. അദ്ദേഹം പറയുന്നത് കേട്ടോളി, അദ്ദേഹം സുന്നിയായി രംഗത്ത് വരികയാണ്. വകുപ്പ് മാറി ചില മന്ത്രിമാർ കൈയിട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രവണത ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അത്തരക്കാരുടെ കൈ വെട്ടുകയല്ല, അത്തരക്കാരുടെ അടിവേര് പെയ്തെടുക്കാൻ സുന്നികൾ തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, സുന്നിയുടെ വിഷയത്തിൽ ഇദ്ദേഹത്തിന് എന്താ കാര്യം? ഇദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളുടെ സ്റ്റേജിൽ പോകുന്ന ആളല്ലേ, അവിടെ പ്രസംഗിക്കുന്ന ആളല്ലേ? ഞാനത് സമസ്തയും സനദുകളും എന്ന പേരിൽ കുറ്റ്യാടിയിൽ വെച്ച് ഷാർ മുബാറക്ക് സംബന്ധമായി പ്രസംഗിച്ച പ്രസംഗത്തിൽ ഇദ്ദേഹം മുജാഹിദിന്റെ സുവനീറിൽ അദ്ദേഹത്തിന്റെ ചിത്രവും മറ്റുള്ള മുജാഹിദ് നേതാക്കൾ മേടിച്ചും കുറ്റി ഇരിക്കുന്ന ചിത്രം ഞാൻ കാണിച്ച് കുറ്റ്യാടിയിൽ വെച്ച് സംസാരിച്ചിട്ട് ഇന്ന് വരെ ഇദ്ദേഹം ഒരു സുന്നിയാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ? ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. അന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗം എന്ന് വെച്ചോടുക്കും. മേലാളന്മാര് എല്ലാ കോൺഗ്രസ്സുകാരെയും അവർക്ക് എന്തും വിളിക്കാം, എല്ലാ ലീഗുകാരും എന്തും പറയാം, പണക്കാർ തങ്ങൾ എന്തും പറയാം, അതുപോലെ LDF-ലുള്ളവരെയും പറയാം, UDF-ലുള്ളവരെയും പറയാം. ഇതെങ്ങനെ സമസ്ത എന്ന പേര് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? നമ്മളെ രജിസ്ട്രാൾ എന്താ തീരുമാനിച്ചെന്നുള്ളതല്ല എന്റെ വിഷയം. ഒരു മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിത സംഘടനയായി ഈ കക്ഷികൾക്ക് അംഗീകാരം കൊടുക്കാൻ പറ്റുമെന്ന് ബുദ്ധിപരമായി ഓരോരുത്തരും ആലോചിക്കും. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാനൊരു ജാഥ നടത്തിയുണ്ട്. അപ്പൊ ഇദ്ദേഹം കാവനൂർ എന്ന് പറഞ്ഞ് ആ പത്രേ പണ്ഡിതന്മാർ മതസൗഹാർദ്ദത്തിന്റെയും നന്മയുടെയും കാവലാളുകളാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. ഹെഡിങ് ഉഷാറാട്ടോ, പത്രക്കാർ വകെ കൊടുത്താൽ. ഇതിനായിട്ട് ശേഷം പറയുന്നത് കേട്ടുള്ളൂ. പ്രവാചക കാലഘട്ടങ്ങളിൽ ഒരേ സമയം